ഭിത്തികളുണ്ടെങ്കിൽ അതിൽ 3 ഭിത്തിയും ഗ്ലാസ്, പോരാത്തതിന് ബാത്റൂം വരെ ഗ്ലാസ്. വേണ്ടേ, ഇതിനകത്തിരുന്ന് ചിന്തിക്കുന്ന ആളോട് ചോദിക്കാം, നിങ്ങൾ ഇതിനകത്തിരുന്ന് ചിന്തിച്ചാണോ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കി വെച്ചത്? ചിന്തിക്കാൻ ഏറ്റവും നല്ല സ്ഥലവും എങ്കിലും ആരും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഇതാ. അങ്ങനെ ഒരു സ്ഥലം വളരെ മനോഹരമായി ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമല്ല, ചിന്തിക്കുന്ന 4 പേര് കാണണം. അതെ അതെ അതെ, തീർച്ചയായിട്ടും 10 പേര് കാണണ്ടേ ചിന്തിക്കുന്നത്. പിന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, മിക്കവാറും റെസ്റ്റ് റൂം എന്നാ പറയാറുള്ളത്. മാക്സിമം ഇതിനകത്ത് ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ആരും വിളിക്കില്ല ഈ ഒരു സ്ഥലത്തിരുന്ന്. ഞാൻ അതിന്റെ ഒരു സുഖം. ഹൗസ് വാമിങ്ങിന്റെ ദിവസം വന്നിട്ട് എല്ലാവരും ചോദിച്ചു ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ എന്താ പറയുന്നത്, ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റീരിയർ ഫീൽ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് ദീപു ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇതിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. പക്ഷെ ഇതിപ്പോ ഹൗസ് വാമിങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇവിടെ ഒരു കർട്ടൻ വാൾ വരും. ഈ കർട്ടൻ വാൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് മാറും. എന്നാൽ അത് മാത്രമല്ല, അതെ, ഇനി നമ്മൾ ഈ ഷവർ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 2x2 നാച്ചുറൽ സ്റ്റോൺ ഇട്ടിട്ട് അതിന്റെ ചുറ്റിലും പെബിളൊക്കെ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി കുളിക്കാനുള്ള ഒരു സംവിധാനവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബാത്റൂമിനകത്ത് വരെ ഇവിടെ പർഗോള വെച്ചിട്ടുണ്ടോ നിങ്ങൾ? ആക്ച്വലി ഇതിനകത്ത് നല്ല ലൈറ്റും കാണും. കൊള്ളാം, ഒരു വന്യതയുണ്ട് മൊത്തത്തിൽ.